അമ്മയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ടയില്ല. എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് അമ്മയുടെ നടയിൽ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത്. കൊച്ചുകാലത്തൊക്കെ ആറ്റുകാൽ അമ്പലത്തിന് ചുറ്റുവട്ടത്തായിരുന്നു പൊങ്കാലിടൽ. ഇന്നിപ്പം ദൈവം സഹായിച്ച് എൻ്റെ വീട്ടിന് നടയിൽ തന്നെ എനിക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്കും വ്യാപിച്ചിരിക്കുകയാണ് പ്രശസ്തിയും അതുപോലെ തന്നെ ഭക്തരും. പിന്നെ എല്ലാ മലയാളികളും എത്ര ദൂരത്ത് തന്നെ ആണെങ്കിലും ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് അമ്മയ്ക്ക് ഒരു കാലം പൊങ്കാലെങ്കിലും ഇടാതെ ഇരിക്കില്ല. ഇടുന്നവർക്ക് ഓരോ മനസ്സിൽ ഓരോ ആഗ്രഹം ഉണ്ടാവും. അവർക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദേവിയുടെ കിട്ടുകയും ചെയ്യും. ഇക്കുറി അതുപോലെയാണ്. വർഷാവർഷം കൂടുന്ന ജനങ്ങൾ ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും അമ്പലത്തിൽ വരിക, തൊഴുക, അതിൻ്റെ ദേവിയുടെ അനുഗ്രഹം നേടി തന്നെ പോവുക. അത് എപ്പോഴും പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ്. അമ്മച്ചിയായാലും ശരി, ബാലികയായാലും ശരി, ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്ന് നമ്മളെ സഹായിച്ചിരിക്കും. അത് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ദേവിയെ. എല്ലാവർക്കും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടെന്ന് വെച്ചാൽ, ഒരിക്കൽ ഞാനൊരു കാര്യം എൻ്റെ കോളേജ് ഡേയ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം നേർന്നു. എന്നിട്ട് ഒരു രൂപ വെടി വെച്ചോളാം അന്ന് ഇവിടെ നേർന്നു. പക്ഷേ ആ സമയത്ത് എനിക്കെന്തോ വരാൻ പറ്റിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വളരെ വാർദ്ധക്യം ചെന്നൊരു വൃദ്ധ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ എനിക്ക് 1 രൂപ തരാമോ, എനിക്ക് ആറ്റുകാൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു 1 രൂപ മതിയോ അമ്മച്ചിക്കെന്ന് ചോദിച്ചു. പക്ഷേ അന്ന് എനിക്ക് ബസ് ഫെയർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, എൻ്റെ എക്സ്ട്രാ പൈസയില്ല. പക്ഷേ എന്തോ എനിക്കറിയില്ല, എൻ്റെ ഇരുന്ന കോയിൻസ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ആ ബാഗിൻ്റെ സിബ് എടുത്തിട്ട് 2 ചോട് വയ്ക്കുമ്പം എനിക്കൊരു സംശയമായി, ഇത് തികയുമെന്നാണ്. ഞാൻ വെച്ചാൽ അവർക്കിത് മതിയോ. അതാ വളരെ വാർദ്ധക്യം ചെന്ന് എനിക്കൊന്ന് നല്ല വയസ്സുണ്ട്, വടിയും കുത്തി അവരൊരു നമ്മളൊരു 10 ചോട് വെച്ചാൽ അവർക്ക് 2 ചോട് വയ്ക്കാൻ പറ്റാത്തൊരു അത്രയ്ക്കും വാർദ്ധക്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ ഞാനിത് സംശയിച്ച് ഞാൻ തിരിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരാളെ അവിടെ ഞാൻ കണ്ടേയില്ല. എന്തായാലും അവരുടെ സ്പീഡിൽ ആ റോഡ് പെട്ടെന്ന് കടന്നു പോകാനുള്ള പറ്റത്തില്ല. അപ്പോൾ അത് അമ്മയായിട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പല പല അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ട് പല ഘട്ടത്തിലും എന്താ പറയുക വന്ന് സഹായിച്ചിട്ടുണ്ട്. അത് പല രൂപത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ അമ്മച്ചിയായിട്ട്, ചിലപ്പം ബാലികയായിട്ട്. എൻ്റെ സുഹൃത്തിന് പറ്റിയിട്ടുള്ളതാണ്. ഒരിക്കൽ അമ്മയുടെ അമ്പലത്തിൽ വന്നിട്ട് തൊഴുതിട്ട് പ്രസാദമൊന്നും കിട്ടിയില്ല. അയ്യോ അമ്മയുടെ ശകലം സിന്ദൂരെങ്കിലും കിട്ടിയെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു പാവാടിയും ബ്ലൗസ് ഇട്ടൊരു കൊച്ചുകുട്ടി ഓടി വന്ന് കുറച്ച് പ്രസാദം കൊണ്ട് കൈ കൊടുത്തിട്ട് പോവുകയും ചെയ്തു. തിരിഞ്ഞു നോക്കുന്ന ആ കുഞ്ഞിനെ പിന്നെ ആ ഏരിയയിലേ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ അത്ഭുതങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ കാലത്ത്, ഈ കലിയുഗത്തിൽ ഇത് നടക്കുമെന്ന് പലർക്കും സംശയമായിരിക്കും. പക്ഷെ അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ അത് മനസ്സിലാവുള്ളൂ.